നീ നല്ല തീറ്റയാണല്ലോ, എന്താ അങ്ങനെ പൊണ്ണത്തടിച്ചായിരിക്കുന്ന ചോദിച്ചു. എനിക്കതിന് എന്താ ആൻസർ പറയേണ്ടതെന്ന് അറിയാണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ? നമുക്കത് വല്ലാത്തൊരു ട്രോമയായിരുന്നു. ഈവൻ എനിക്ക് സൗണ്ട് തോമി എന്നുള്ള പേര് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പോൾ അത്ര മെച്ചോർഡല്ല, ഒട്ടും മെച്ചോർഡല്ല ഞാനപ്പോൾ. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഫേസ് എന്താ ചെയ്യാൻ പറ്റുക, എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ മടിയായി. കുറവുകളില്ലാത്ത ആരാണ്? എല്ലാ മനുഷ്യർക്കും ഇല്ലേ ചില പോരായ്മകളൊക്കെ. കുറവുകളുടെ പേരിൽ ധാരാളം കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ നേരിട്ട് ഒറ്റപ്പെട്ടവരാണ് നമ്മളിൽ പലരും ഒക്കെ. നീ എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നു, ഒന്നും കഴിക്കുന്നില്ലേ, നീ കഴിച്ചു കഴിഞ്ഞാൽ പറയും നീ എന്താ ഇങ്ങനെ വണ്ണം വെച്ച് വരുവാണല്ലോ, ഫുഡൊക്കെ കുറയ്ക്കണം, നിന്റെ പിരികു തന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ നിരന്തരം വേട്ടയാടുന്ന ചില റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ നമുക്ക് കാണും. മറ്റുള്ളവർ പറയുന്ന കേട്ടുകൊണ്ട് നീ ഇങ്ങനെ കരയാനും വിഷമിക്കാനും നിൽക്കരുത്, അവരോട് പോകാൻ പറയണം. ഇന്നത്തെ സുവിശേഷത്തില് കുള്ളനായ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്, സക്കേവൂസ്. അവന്റെ ഒരു കുറവ് എന്ന് പറയുന്നത് അവൻ പൊക്കമില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈശോനെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അവനൊരു മരത്തിന് മുകളിൽ കയറി ഈശോനെ കാണാൻ കാത്തിരിക്കുന്നു. ഈശോ അവന്റെ അടുത്ത് വരികയാണ്. ജനക്കൂട്ടം വെറുത്തിരുന്ന, മാറ്റി നിർത്തിയിരുന്ന ഒരു ചുങ്കക്കാരനായിരുന്നു ഈ സക്കേവൂസ്. പക്ഷേ ഈശോ അത്രയും ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ഈ സക്കേവൂസിനെ വലിയവനാക്കി മാറ്റുകയാണ്. ഈശോ സക്കേവൂസിനോട് പറയാണ്, സക്കേവൂസ് നീ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരികയാണ് എന്നുള്ളത്. ഇതുവഴിയായിട്ട് ഈ ഒരു മനുഷ്യന്റെ ജീവിതം അടിമുടി മാറി മറയുകയാണ്. അവൻ വലിയൊരു മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും കടന്നു വരികയാണ്. ഒരുപാട് കുറവുകളുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. പക്ഷെ നിന്റെ കുറവിനെ പരിഹരിക്കാനായിട്ട്, നിന്റെ കുറവിനെ കൃപയാക്കി നിറവാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ തമ്പുരാനാണ്. ആളുകൾ നിന്നെ കളിയാക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ഒറ്റപ്പെടുത്തുവാണല്ലോ ഒന്നും വിചാരിച്ച് നീ വിഷമിക്കരുത്. നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ആ തമ്പുരാന്റെ പക്കലേക്ക് നീ തിരികെ എത്തുക. ഓർക്കുക, ഈ ലോകത്ത് ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടാണ്.